UAE സ്ഥാപനങ്ങൾ വിസ കോട്ടയുടെ 20% വ്യത്യസ്ത രാജ്യക്കാരെ നിയമിക്കണമെന്ന നിർദ്ദേശത്തിൽ ഇളവ് വന്നതായി സൂചന. ഇന്നു മുതൽ ഇന്ത്യൻ തൊഴിലന്വേഷകരുടെ വർക്ക് പെർമിറ്റ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയെന്ന് വിസ സേവനദാതാക്കൾ അറിയിച്ചു. ഇന്ത്യക്കാരുടെയും മറ്റും തൊഴിൽ പെർമിറ്റിന് അപേക്ഷിക്കുമ്പോൾ ജനസംഖ്യാപരമായ വൈവിധ്യം കൈവരിക്കണമെന്ന നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മന്ത്രാലയം വെബ്സൈറ്റിൽ നിന്ന് വിസ സേവനദാതാക്കൾക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അത്തരമൊരു നിയന്ത്രണം നീങ്ങിയെന്നും നേരത്തെ നിരസിക്കപ്പെട്ടിരുന്ന ഇന്ത്യ, പാകിസ്ഥാൻ, ഈജിപ്ത് തുടങ്ങിയ രാജ്യക്കാരുടെ തൊഴിലനുമതി അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയെന്നും ഈ രംഗത്തുള്ളവർ വ്യക്തമാക്കി. അതേസമയം ഇക്കാര്യത്തിൽ തൊഴിൽ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വിശദീകരണം ലഭ്യമായിട്ടില്ല. എല്ലാ രാജ്യക്കാരുടെയും വർക്ക് പെർമിറ്റ് അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് മന്ത്രാലയം കോൾ സെന്റർ അറിയിച്ചത്. എന്നാൽ ഇത് താൽക്കാലികമാണോ എന്നത് സംബന്ധിച്ച് വ്യക്തത കൈവന്നിട്ടില്ല. ഏതായാലും അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയത് തൊഴിലന്വേഷകരായ നിരവധി പ്രവാസികൾക്ക് ആശ്വാസമാകും. മീഡിയ 1, ദുബായ്. UAE നിന്ന് ഷാർജയിൽ നിന്ന് ഒമാൻ തലസ്ഥാനമായ മസ്കത്തിലേക്ക് ബസ് സർവീസ് ആരംഭിക്കുന്നു. ഇതിനായി ഷാർജ റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ഒമാന്റെ ദേശീയ ഗതാഗത കമ്പനിയായ മുവസലാത്തും കരാറിൽ ഒപ്പിട്ടു. ഷാർജയിലെ ജുബൈൽ ബസ് സ്റ്റേഷനിൽ നിന്ന് മസ്കത്തിലെ അല്ലസൈബ സ്റ്റേഷനിലേക്ക് ദിവസവും സർവീസ് ആരംഭിക്കാനാണ് ഷാർജ RTA-യും മുവസ്സലാത്തും ധാരണയിലെത്തിയത്. SRTA ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ മുവസ്സലാത്ത് CEO ബദർ ബിൻ മുഹമ്മദ് അൽ നദാബിയും SRTA ചെയർമാൻ എഞ്ചിനീയർ യൂസഫ് ബിൻ ഖമീസ് അൽ അത്മാനിയുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബസ് ഗതാഗത ശൃംഖല സജീവമാക്കാനും ടൂറിസം മെച്ചപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് പുതിയ ബസ് സർവീസ്. അതിർത്തിയിലെ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ പ്രത്യേക സംവിധാനമൊരുക്കും. സർവീസ് സമയം, ടിക്കറ്റ് നിരക്ക് എന്നിവ പിന്നീട് പ്രഖ്യാപിക്കും. www.muwassalat.om എന്ന സൈറ്റ് വഴിയും ബസ് സ്റ്റേഷൻ വഴിയും ടിക്കറ്റുകൾ ലഭ്യമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. മീഡിയ 1, ഷാർജ. റിയാദിലും സ്മാർട്ട് പാർക്കിംഗ് സംവിധാനം നടപ്പിലാകുന്നു. വാഹനങ്ങളുടെ പാർക്കിംഗ് ക്രമീകരിക്കുന്നതിനും അനധികൃത പാർക്കിങ്ങുകൾ തടയുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നതിന് റിയാദ് മുനിസിപ്പാലിറ്റി കരാറിൽ ഒപ്പുവെച്ചു. തലസ്ഥാന നഗരമായ റിയാദിലും പുതുതായി സ്മാർട്ട് പാർക്കിംഗ് സംവിധാനം നടപ്പിലാക്കുന്നു. ദമ്മാം, ജിദ്ദ നഗരങ്ങളിൽ ഇതിനകം നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇത്. വാഹനങ്ങളുടെ പാർക്കിങ്ങുകൾ ക്രമീകരിക്കുന്നതിനും അനധികൃത പാർക്കിങ്ങുകൾ നിയന്ത്രിക്കുന്നതിനും ഇതുവഴി സാധിക്കും. റിയാദ് നഗരസഭയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നഗരസഭയ്ക്ക് കീഴിലെ റീമാത്തൽ റിയാദ് കമ്പനിയും സൊല്യൂഷൻസ് ബൈ STCയും ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചു. 10 വർഷത്തേക്കാണ് കരാർ. റിയാദിലെ പൊതു റോഡുകളിൽ 24,000 പാർക്കിങ്ങുകളും താമസ കേന്ദ്രങ്ങളിൽ 1,40,000 പാർക്കിങ്ങുകളും ഇതുവഴി സാധ്യമാക്കാനാണ് പദ്ധതി. നിർദ്ദേശങ്ങളും സുരക്ഷയും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് കരാർ കമ്പനികളുടെ പ്രധാന ഉത്തരവാദിത്തം. നവീന ഡിജിറ്റൽ സാങ്കേതിക വിദ്യയും മികച്ച പ്രവർത്തന രീതികളും ഇതിനായി ഏർപ്പെടുത്തും. സ്മാർട്ട് സെൻസറുകളും മൊബൈൽ ആപ്ലിക്കേഷനുകളും ഇതിനായി സംവിധാനിക്കും. മീഡിയ 1, റിയാദ്. സൗദിയുടെ ആകാശപാതകൾ കീഴടക്കാനൊരുങ്ങി ഇലക്ട്രിക്കൽ എയർ ടാക്സികൾ. രാജ്യത്ത് നടപ്പിലാക്കുന്ന അഡ്വാൻസ് എയർ മൊബിലിറ്റി പദ്ധതിയുടെ ഭാഗമായാണ് എയർ ടാക്സികൾ കൊണ്ടുവരുന്നത്. സൗദി വിഷൻ 2030 ഭാഗമായി പ്രഖ്യാപിച്ച പദ്ധതി സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്ക് കീഴിലാണ് നടപ്പാക്കലാക്കുക. സൗദിയിലെ യാത്രാമേഖലയിലും ചരക്ക് ഗതാഗതത്തിലും വലിയ മുന്നേറ്റമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. എയർ ടാക്സികൾ സജീവമാകുന്നതോടെ രാജ്യത്തെ ഏത് കോണിലേക്കും നിമിഷ നേരം കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കും. ഹൈബ്രിഡ് ഡ്രോണുകളും കുത്തനെ ഉയരുകയും താഴുകയും ചെയ്യുന്ന eVTOL വിമാനങ്ങളുമാണ് ഇതിനായി ഉപയോഗിക്കുക. വിമാനങ്ങളുടെ നിർമ്മാണത്തിനായി ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, ചൈന തുടങ്ങി നിരവധി രാജ്യങ്ങളുമായി സൗദി ധാരണാപത്രങ്ങളിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട്. പൊതുജനങ്ങളുടെ യാത്രാമാർഗം എളുപ്പമാക്കുന്നതിനു പുറമെ ചരക്ക് ഗതാഗതം, അടിയന്തര വൈദ്യസഹായം, ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിലും എയർ ടാക്സികളെ ഉപയോഗപ്പെടുത്തും. വർദ്ധിച്ചുവരുന്ന ഗതാഗത കുരുക്കും റോഡപകടങ്ങളും കുറയ്ക്കാനും ഇതിലൂടെ സാധിക്കും. കൂടാതെ 2060 സൗദിയെ കാർബൺ മുക്ത രാജ്യമാക്കി മാറ്റാൻ ഇതിലൂടെ ലക്ഷ്യമിടുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി. തമീം CP, മീഡിയ 1, റിയാദ്. മക്കയിലും മദീനയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപം നടത്താൻ വിദേശികൾക്ക് വൈകാതെ അനുമതി നൽകുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യവസ്ഥകൾ ഉടൻ പുറത്തുവിടും. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപം നടത്തിയ കമ്പനികളിൽ നിന്നും ഓഹരികൾ സ്വന്തമാക്കാനാണ് വിദേശികൾക്ക് അനുവാദം നൽകുക. മക്കയിലും മദീനയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപങ്ങൾ നടത്തിയ കമ്പനികളിൽ നിന്നും
ഓഹരികൾ സ്വന്തമാക്കാൻ വിദേശികളെ അനുവദിക്കുവാനാണ് തീരുമാനം. എന്നാൽ സൗദി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ മാത്രമേ വിദേശികൾക്ക് നിക്ഷേപം നടത്താൻ അനുവാദമുള്ളൂ. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യവസ്ഥകൾ ഈ വർഷം ആദ്യപാദത്തിൽ തന്നെ പ്രഖ്യാപിക്കുമെന്ന് സൗദി ക്യാപിറ്റൽ മാർക്കറ്റ് അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അൽ ഖുവൈസ് വ്യക്തമാക്കി. റിയൽ എസ്റ്റേറ്റ് ഫ്യൂച്ചർ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റിയൽ എസ്റ്റേറ്റ് മേഖലയിലേക്ക് കൂടുതൽ പണം എത്തിക്കാൻ പുതിയ മാറ്റങ്ങൾ സഹായിക്കും. മക്കയിലും മദീനയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിക്ഷേപങ്ങൾ നടത്തിയ കമ്പനികളിൽ നിക്ഷേപം നടത്താനാണ് വിദേശികളെ അനുവദിക്കുക. എന്നാൽ ഇത്തരം കമ്പനികളുടെ ആകെ ഓഹരികളുടെ 30% കൂടുതൽ സ്വന്തമാക്കാൻ വിദേശ നിക്ഷേപകരെ അനുവദിക്കില്ലെന്നും മുഹമ്മദ് അൽ ഖുവൈസ് പറഞ്ഞു. മീഡിയ 1 ജിദ്ദ. കുവൈത്തിൽ അടുത്ത ദിവസങ്ങളിൽ തണുപ്പ് കൂടുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഇന്ന് മുതൽ അസ്റാഖ് സീസൺ ആരംഭിക്കും. അടുത്ത 8 ദിവസം സീസൺ നീണ്ടു നിൽക്കും. പകൽ സമയത്തേക്കാൾ രാത്രിയിലും പുലർച്ചെയും അന്തരീക്ഷ താപനില കുറയുമെന്ന് ഉജൈരി സെന്റർ അറിയിച്ചു. ഈ വർഷത്തെ ഏറ്റവും തണുപ്പുള്ള ദിവസങ്ങളിലായിരിക്കും അടുത്ത ദിവസങ്ങളിൽ അനുഭവപ്പെടുക. ശൈത്യം കണക്കിലെടുത്ത് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഖത്തറിന്റെ സൈനിക ശക്തിക്ക് കരുത്തായി സൈനിക കോളേജിൽ നിന്നുള്ള പുതിയ ബാച്ച് പുറത്തിറങ്ങി. അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനി ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ചു. അഹമ്മദ് ബിൻ മുഹമ്മദ് സൈനിക കോളേജിലെ 19ാമത് ബാച്ചാണ് പരിശീലനം പൂർത്തിയാക്കി രാഷ്ട്ര സേവനത്തിനിറങ്ങുന്നത്. 315 അംഗങ്ങളാണ് ബാച്ചിലുള്ളത്. ഖത്തറിന് പുറമെ കുവൈത്ത്, ജോർദാൻ, ഇറാഖ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരും സംഘത്തിലുണ്ട്. പരിശീലന കാലയളവിൽ മികവ് കാട്ടിയ 18 പേരെ അമീർ ആദരിച്ചു. അമീറിനെയും വിശിഷ്ട വ്യക്തികളെയും സാക്ഷിയാക്കി പാസിംഗ് ഔട്ട് പരേഡും നടന്നു. മീഡിയ 1 ദോഹ. GCC സഹകരണ കൗൺസിൽ അഡ്വൈസറി ബോർഡ് യോഗത്തിന് ദോഹയിൽ തുടക്കമായി. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി ഉദ്ഘാടനം ചെയ്തു. GCC സെക്രട്ടറി ജനറൽ ജാസി മുഹമ്മദ് അൽ ഉദൈവിയും സന്നിധനായിരുന്നു. ഗൾഫ് രാജ്യങ്ങളിലെ ഊർജ്ജ സുരക്ഷ, മയക്കുമരുന്നിനെതിരായ പോരാട്ടം, സാമ്പത്തിക മേഖലയിലെ വളർച്ചയും പ്രതിസന്ധിയും തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ചർച്ചകൾ നടക്കും. സൗദിയിൽ പള്ളികളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് 3000-ലധികം നിയമലംഘനങ്ങൾ കണ്ടെത്തി. പള്ളിയിലെ ജലവും വൈദ്യുതിയും ദുരുപയോഗം ചെയ്തു എന്നാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ 5 വർഷത്തെ കണക്കുകളാണ് സൗദി ഇസ്ലാമിക കാര്യ മന്ത്രാലയം പുറത്തുവിട്ടത്. പള്ളികൾ പരിപാലിക്കുന്നവർ അതിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കണം. പള്ളിയുടെ സ്വത്തുക്കളും അതിലെ വസ്തുക്കളും ദുരുപയോഗം ചെയ്യരുതെന്നും സൗദി ഇസ്ലാമിക കാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ 5 വർഷങ്ങൾക്കിടെ രാജ്യത്ത് 3000 നിയമലംഘനങ്ങളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 2500 കേസുകളിൽ നിയമ നടപടികൾ സ്വീകരിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. നിയമലംഘനങ്ങൾ കണ്ടെത്താൻ മന്ത്രാലയത്തിന് കീഴിൽ ശക്തമായ പരിശോധനയും നടന്നുവരുന്നുണ്ട്. കൂടാതെ രാജ്യത്തെവിടെയും ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ അധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇതിനായി 1933 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. രാജ്യത്തെ സ്വദേശികളും വിദേശികളും ഇക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തമീം CP, മീഡിയ 1 റിയാദ്. ഹലാൽ വ്യവസായത്തിലെ സ്വർഗാത്മിക എന്ന തലക്കെട്ടിൽ മക്കയിൽ ദ്രുതന ഹലാൽ ഫോറത്തിന് തുടക്കമായി. ഹലാൽ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഫോറത്തിൽ ചർച്ച ചെയ്യും. സൗദി വാണിജ്യ മന്ത്രി ഡോക്ടർ മജീദ് അൽ ഗസ്ബിയുടെ നേതൃത്വത്തിലാണ് ഫോറം നടക്കുന്നത്. മനാഫിയെയും ഇസ്ലാമിക് ചേംബർ ഫോർ ഹലാൽ സർവീസസും ചേർന്നാണ് ഹലാൽ ഫോറം സംഘടിപ്പിക്കുന്നത്. ചൊവ്വാഴ്ച മക്കയിൽ ആരംഭിച്ച ഫോറത്തിൽ ലോകത്തിലെ ഹലാൽ വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഹലാൽ സർട്ടിഫിക്കേഷനും മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഹലാൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും, ഹലാൽ ഭക്ഷ്യ വ്യവസായം എന്നിവയ്ക്ക് പുറമെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഗുണനിലവാര നിയന്ത്രണം, ഭക്ഷ്യസുരക്ഷ എന്നിവയും ചർച്ചയാകും. കൂടാതെ ഈ മേഖലയിലെ ട്രെൻഡുകൾ, നവീകരണങ്ങൾ, മികച്ച സമ്പ്രദായങ്ങൾ എന്നിവയും ഫോറം പഠനവിധേയമാക്കും. ഹലാൽ ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും ആരോഗ്യകരവുമായതിനാൽ അമുസ്ലിം രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ ഹലാൽ ഉൽപ്പന്നങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു വരികയാണ്. 2025ഓടെ ആഗോള ഹലാൽ വിപണിയുടെ വളർച്ച $7.7 ട്രില്യൺ പ്രതീക്ഷ. ഹലാൽ വ്യവസായ മേഖല ലോകത്തെ ഏറ്റവും മികച്ച സാമ്പത്തിക മേഖലയായാണ് കണക്കാക്കപ്പെടുന്നത്.
സൗദി സ്റ്റാൻഡേർഡ്സ്, മെട്രോളജി ആൻഡ് ക്വാളിറ്റി ഓർഗനൈസേഷൻ, സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റി, മക്ക ചേംബർ ഓഫ് കൊമേഴ്സ്, ഇസ്ലാമിക് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് എന്നിവയും ഫോറത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, മക്ക. കുവൈത്ത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഡോക്ടർ മുഹമ്മദ് സബാഗ് സലീം അസബാഹിനെ ഡെപ്യൂട്ടി അമീറായി നിയമിച്ചു. അമീർ ഷെയ്ഖ് മിഷ് അൽ അഹമ്മദ് ജബീർ അസ്ബാഹാണ് ഉത്തരവ് പുറത്തിറക്കിയത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ ഉത്തരവ് പ്രാബല്യത്തിൽ വരും. ഇതോടെ അമീർ രാജ്യത്തിന് പുറത്തായിരിക്കുമ്പോൾ പ്രധാനമന്ത്രിയായിരിക്കും ഡെപ്യൂട്ടി അമീറിന്റെ ചുമതല നിർവഹിക്കുക. കിരീടാവകാശിയെ പ്രഖ്യാപിക്കും വരെയായിരിക്കും പുതിയ സംവിധാനം തുടരുകയെന്ന് അമീറി ഉത്തരവിൽ വ്യക്തമാക്കി. ഖത്തറിൽ നിന്നും വിവിധ രാജ്യങ്ങളിലേക്കുള്ള ദ്രവീകൃത പ്രകൃതി വാതക വിതരണം മുടങ്ങില്ലെന്ന് ഖത്തർ എനർജി. ഉൽപാദനവും വിതരണവും തടസ്സമില്ലാതെ തുടരുന്നതായും ഖത്തർ എനർജി വ്യക്തമാക്കി. ഗസ യുദ്ധത്തെ തുടർന്ന് ചെങ്കടലിൽ രൂപപ്പെട്ട സംഘർഷാവസ്ഥ ചരക്ക് നീക്കത്തെ സാരമായി ബാധിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ യൂറോപ്പിലേക്ക് ഖത്തറിൽ നിന്നുള്ള LNG നീക്കത്തിൽ കാലതാമസമുണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് ഖത്തർ എനർജിയുടെ വിശദീകരണം. ചെങ്കടലിലെ പ്രശ്നങ്ങൾ മൂലം നേരത്തെ നിശ്ചയിച്ച സമയക്രമം അനുസരിച്ച് ചിലയിടങ്ങളിൽ വിതരണത്തിന് പ്രയാസമുണ്ട്. മറ്റു റൂട്ടുകളിലൂടെ ചരക്കെത്തിക്കുന്നതിനുള്ള കാലതാമസമാണിതെന്നും ഖത്തർ എനർജി വ്യക്തമാക്കി. റഷ്യ യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ സമീപകാലത്ത് ഊർജത്തിനായി ഖത്തറിനെ കൂടുതലായി ആശ്രയിക്കുന്നുണ്ട്. മീഡിയ 1, ദോഹ. ഒമാനിൽ റെസിഡന്റ് കാർഡ് മാറുന്നതിലൂടെ ഡ്രൈവിംഗ് ലൈസൻസ് കാലഹരണപ്പെടില്ല എന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞാൽ പുതുക്കാൻ സാധിക്കും. ലൈസൻസ് പുതുക്കുന്നതിന് വീണ്ടും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടതില്ല എന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. ഒമാനിൽ ഡ്രൈവിംഗ് ലൈസൻസിന് നിശ്ചിത കാലാവധിയുണ്ട്. ആ കാലാവധിക്കിടയിൽ സ്പോൺസർ മാറിയാലും വാഹനം ഓടിക്കാനുള്ള അവകാശത്തെ ബാധിക്കില്ലെന്ന് റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി. ഡ്രൈവിംഗ് ലൈസൻസിന്റെ കാലാവധി കഴിഞ്ഞതിനു ശേഷം റോയൽ ഒമാൻ പോലീസ് ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക്കിൽ നിന്നും പുതിയ റെസിഡൻസ് പെർമിറ്റ് അറ്റാച്ച് ചെയ്താൽ മതി. ഇതിനായി പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തേണ്ടതില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രവാസി രാജ്യം വിട്ടാൽ ഡ്രൈവിംഗ് ലൈസൻസ് പിഴകൾക്കും ഗതാഗത നിയമലംഘനങ്ങൾക്കും സ്പോൺസറോ കമ്പനിയോ ഉത്തരവാദികളായിരിക്കുമെന്നും തെറ്റായ വാർത്തകൾ പ്രചരിച്ചിരുന്നു. എന്നാൽ പിഴയും മറ്റു കുടിശ്ശികകളും തീർക്കാതെ ഒരാൾക്ക് ഒമാനിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. വിദേശിയായ ഒരാൾ 6 മാസത്തിൽ കൂടുതൽ ഒമാനിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിൽ റെസിഡന്റ് പെർമിറ്റ് സ്വയം റദ്ദാക്കപ്പെടും. പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാവില്ല. ഒമാനിലെ പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് സിവിൽ നമ്പറുമായും കമ്പനിയുടെയോ സ്പോൺസറുടെയോ വാണിജ്യ രജിസ്ട്രിയുമായോ ആണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ലൈസൻസ് പുതിയ റെസിഡൻസ് പെർമിറ്റിലേക്ക് എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കും. ലൈസൻസ് ഉടമയ്ക്ക് അടക്കാത്ത ട്രാഫിക് പിഴയോ 1 വർഷത്തിൽ കൂടുതൽ കാലഹരണപ്പെട്ട വാഹന രജിസ്ട്രേഷനും ഉണ്ടായിരിക്കരുത്. അംഗീകൃത പരിശോധന കേന്ദ്രത്തിൽ നിന്ന് കാഴ്ച പരിശോധന പൂർത്തിയാക്കിയ ശേഷം ROP സേവന വകുപ്പിനെ സമീപിച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാവുന്നതാണ്. മീഡിയ 1, മസ്കത്ത്. UAE-യിലെ 7 എമിറേറ്റുകളെയും ബന്ധിപ്പിക്കുന്ന പുതിയ ഫെഡറൽ ഹൈവേ പദ്ധതി സംബന്ധിച്ച നിർദ്ദേശം പഠിക്കുമെന്ന് അടിസ്ഥാന സൗകര്യ മന്ത്രി സുഗൈൽ ബിൻ മുഹമ്മദ് അൽ മുസറുയി പാർലമെന്റിൽ ഫെഡറൽ നാഷണൽ കൗൺസിലിനെ അഭിസംബോധന ചെയ്യുകയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. തിരക്കേറിയ സമയത്തെ ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച ചർച്ചയിലാണ് പുതിയ ഫെഡറൽ ഹൈവേ സംബന്ധിച്ച നിർദ്ദേശം ഫെഡറൽ കൗൺസിലിൽ ഉയർന്നത്. നിർമ്മാണം പൂർത്തിയായാൽ UAE-യിലെ വിവിധ ഭാഗങ്ങളെ ബന്ധിപ്പിക്കുന്ന ഷെയ്ഖ് സായിദ് റോഡ്, ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡ്, എമിറേറ്റ്സ് റോഡ് എന്നിവയ്ക്കൊപ്പം പ്രധാന ഹൈവേകളിൽ ഒന്നാകുമിത്. പുതിയ റോഡ് നിർമ്മിക്കണോ അല്ലെങ്കിൽ നിലവിലെ പാതകളിൽ കൂടുതൽ ലൈനുകൾ ഉൾപ്പെടുത്തിയാൽ മതിയോ എന്ന കാര്യം വിവിധ പ്രാദേശിക സർക്കാർ പ്രതിനിധികളുമായി ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്യും. അതോടൊപ്പം ഗതാഗതം ബദൽ റൂട്ടുകളിലേക്ക് തിരിച്ചുവിടുന്നത് ട്രാഫിക് മെച്ചപ്പെടുത്തുമോ എന്ന കാര്യവും പരിശോധിക്കും. ദുബൈക്കും വടക്കൻ എമിറേറ്റുകൾക്കുമിടയിൽ ഗതാഗതം എളുപ്പമാക്കാൻ പുതിയ നടപടിക്രമങ്ങൾ നടപ്പാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ ഈ വർഷം 2ാം പകുതിയോടെ തന്നെ നടപ്പാക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മീഡിയ 1, ദുബായ്. വീണ്ടും വാർത്തകളിലേക്ക്. ബഹ്റിൻ ഹാജിയാത്തിൽ പ്രവാസി കടയുടമയുടെ അടിയേറ്റ് മരിച്ച കേസിൽ പ്രതിയായ സ്വദേശിയെ 7 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കോഴിക്കോട് കക്കോടി ചെറിയകുളം സ്വദേശി ബഷീറാണ് മരിച്ചത്. പരിക്കേറ്റ ബഷീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നുവെങ്കിലും കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. കഴിഞ്ഞ 25 വർഷമായി ഹാജിയാത്തിലെ കോൾഡ് സ്റ്റോർ നടത്തിവരികയായിരുന്നു ബഷീർ. ദമാം OICC മീറ്റ് ദ ലീഡർ പരിപാടി സംഘടിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് M. ലിജു മുഖ്യാതിഥിയായി. പ്രവർത്തകരുടെ സംശയ ദൂരീകരണവും ചോദ്യങ്ങൾക്കുള്ള മറുപടിയും അദ്ദേഹം നൽകി. പ്രവാസികൾ കേരളത്തിൻ്റെ നട്ടല്ലായതുപോലെ OICC പ്രവർത്തകർ
കോൺഗ്രസിന്റെയും പാർട്ടിയുടെയും നട്ടെല്ലാണെന്ന് എം ലിജു പറഞ്ഞു. YCC പ്രവർത്തകരെ നാട്ടിലെ അതത് ഘടകങ്ങളിൽ ഉൾക്കൊള്ളിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയും മതേതര ഇന്ത്യയുടെ പ്രതീക്ഷയും കോൺഗ്രസ് തന്നെയാണെന്നും ലിജു പറഞ്ഞു. YCC നാഷണൽ പ്രസിഡന്റ് ബിജു കല്ലുമല, റീജിയണൽ പ്രസിഡന്റ് EAK സലീം, ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് C അബ്ദുൾ ഹമീദ്, ജോൺ പുതിയതറ, സിറാജ് പുറക്കാട്, ചന്ദ്രൻ മോഹൻ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് സ്വദേശി ജിദ്ദയിൽ മരിച്ചു. കല്ലാച്ചി വാണിമേൽ സ്വദേശി കൊപ്പരംകണ്ടിൽ അഷ്റഫാണ് മരിച്ചത്. 48 വയസ്സായിരുന്നു. ഏതാനും ദിവസങ്ങളിലായി ചികിത്സയിലായിരുന്നു. 23 വർഷങ്ങളായി മുംബൈ മെഡിക്കൽ ഇൻഷുറൻസ് കമ്പനിയിൽ ക്ലെയിംസ് മാനേജറായി ജോലി ചെയ്ത് വരികയായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൃതദേഹം ജിദ്ദയിൽ മറവ് ചെയ്യുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു. പ്രവാസി വെൽഫെയർ കുവൈത്ത് പ്രവർത്തകർക്കായി ജനസേവന ശില്പശാല സംഘടിപ്പിച്ചു. അബു ഹലീബ വെൽഫെയർ ഓഡിറ്റോറിയത്തിൽ നടന്ന ഏകദിന ശില്പശാല ടീം വെൽഫെയർ കേരള ക്യാപ്റ്റൻ സാദിഖ് ഉള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു. ലായിക് അഹമ്മദ് അധ്യക്ഷനായിരുന്നു. വിദേശികളുമായി ബന്ധപ്പെട്ട വിവിധ സർക്കാർ സേവനങ്ങളെക്കുറിച്ചും അത് ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുമുള്ള സെക്ഷനുകൾ നടന്നു. അബ്ദുൾ വാഹിദ്, ജോയ് ഫ്രാൻസിസ്, നാസർ മടപ്പള്ളി, ഖലീൽ റഹ്മാൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. നോർക്ക റൂട്ട്സിന്റെ സേവനങ്ങളെക്കുറിച്ചും മരണപ്പെടുന്ന പ്രവാസികളുടെ മൃതദേഹം നാട്ടിൽ എത്തിക്കുന്നതിനെക്കുറിച്ചും റഫീഖ് ബാബു വിശദീകരിച്ചു. ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈത്ത് എക്സ്പാറ്റ്സ് അസോസിയേഷൻ 16ാമത് ഗോൾഡൻ ഫോക്ക് അവാർഡ് വിതരണം ചെയ്തു. പയ്യന്നൂർ ശ്രീവത്സം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ TA മധുസൂദനൻ MLA, VP അപ്പക്കുട്ട പൊതുവാൾ എന്നിവർ ചേർന്ന് P കുഞ്ഞികൃഷ്ണന് അവാർഡ് സമ്മാനിച്ചു. VSSC ക്വാളിറ്റി ഡിവിഷൻ ടെസ്റ്റ് ആൻഡ് ഇവാലുവേഷൻ തലവനായി പ്രവർത്തിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. സുനിൽകുമാർ, ദിനകരൻ കൊമ്പലാത്ത്, M രൂപേഷ്, PV സുഭാഷ് എന്നിവർ ആശംസകൾ നേർന്നു. കുവൈത്ത് ഇസ്ലാഹി സെന്റർ ഫർഫാനിയ യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി അബ്ദുള്ള സിദ്ദിഖിനെയും ജനറൽ സെക്രട്ടറിയായി ഇമ്രാൻ നൌഷാദിനെയും ട്രഷററായി അഡ്വക്കേറ്റ് ജംഷാദിനെയും തെരഞ്ഞെടുത്തു. യൂനസ് സലീമ, ബഷീർ പാനായിക്കുളം എന്നിവർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി. മദ്യവർജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ 12ാമത് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കുവൈറ്റ് മെഡിക്കൽ അസോസിയേഷൻ, ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറം, കുവൈറ്റ് ഹാർട്ട് ഫൗണ്ടേഷൻ, ഇന്ത്യൻ ഡെന്റൽ അലയൻസ് എന്നിവരുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അബ്ബാസിയ ഇന്റഗ്രേറ്റഡ് ഇന്ത്യൻ സ്കൂളിൽ നടന്ന ക്യാമ്പ് ഡോക്ടർ സമീർ ഹുമദ് ഉദ്ഘാടനം ചെയ്തു. സെന്റ് ഗ്രിഗോറിയോസ് ഇടവക വികാരി ഫാദർ ഡോക്ടർ ബിജു ജോർജ് പാറക്കൽ അധ്യക്ഷനായിരുന്നു. ജനറൽ മെഡിസിൻ, ഓൺകോളജി, ഗൈനക്കോളജി, ഡെന്റോപത്തോളജി, ഓർത്തോപീഡിക് എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്തു. ഫാദർ ലിജു K പൊന്നച്ചൻ, ജോജി P ജോൺ, ജിജു P സൈമൺ, IDF ഭാരവാഹികൾ എന്നിവർ ആശംസകൾ നേർന്നു. കുവൈത്ത് യുവതിക്ക് തെറ്റായ ചികിത്സ നിർദ്ദേശിച്ച പ്രവാസി ഡോക്ടർക്ക് 6 മാസം തടവും 50,000 ദിനാർ പിഴയും ചുമത്തി. രാജ്യത്തെ പ്രമുഖ കോസ്മെറ്റിക് ക്ലിനിക്കിലെ വിദേശി ഡോക്ടറെയാണ് ചികിത്സാ പിഴവിനെ തുടർന്ന് ശിക്ഷിച്ചത്. മതിയായ പരിശോധന നടത്താതെയാണ് ഡോക്ടർ ചികിത്സ നൽകിയതെന്ന യുവതിയുടെ പരാതിയെ തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ഡോക്ടർമാരുടെ അശ്രദ്ധ മൂലമാണ് പിഴവ് സംഭവിച്ചത് എന്ന് കണ്ടെത്തിയത്. കൾച്ചറൽ ഫോറം ഖത്തർ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഷമാലിലേക്ക് യാത്ര സംഘടിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് അമീൻ അന്നാരമക്ക് പതാക കൈമാറി. IGBF സെക്രട്ടറി മുഹമ്മദ് കുഞ്ഞി ഉദ്ഘാടനം ചെയ്തു. കൾച്ചറൽ ഫോറം ജനറൽ സെക്രട്ടറി അഹമ്മദ് ഷാഫി മുഖ്യാതിഥിയായി. യാത്രയുടെ ഭാഗമായി അൽ ഗുവേരിയ പാർക്കിൽ വിവിധ കായിക മത്സരങ്ങൾ നടന്നു. കൾച്ചറൽ ഫോറം മുൻ സംസ്ഥാന പ്രസിഡന്റ് മുനീഷ് AZ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കൾച്ചറൽ ഫോറം സംസ്ഥാന വൈസ് പ്രസിഡന്റ് റഷീദ് അലി മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ സെക്രട്ടറി ഷമീൻ VK, വൈസ് പ്രസിഡന്റുമാരായ ഷാനവാസ് വേങ്ങര, സൈഫുദ്ദീൻ വളാഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒമാനിൽ ലുലു ഹൈപ്പർ മാർക്കറ്റ് വാരാന്ത്യ പരിപാടിയായ ലെറ്റ്സ് ഗ്രിൽ തുടക്കം കുറിച്ചു. ഒമാനി ഷെഫുമാർക്ക് കഴിവ് പ്രകടിപ്പിക്കാനും ഇഷ്ട പ്രാദേശിക രുചികൾ ഉപയോഗിച്ച് ഗ്രിൽ ചെയ്യാനുമുള്ള ഒരു വേദിയാണ് ലെറ്റ്സ് ഗ്രിൽ. ഒമാൻ
ഒമാനിലെ ബൗഷർ ലുലു ഔട്ട്ലെറ്റിന് സമീപം നടന്ന പരിപാടി ഷൂറ കൗൺസിൽ അംഗം അലി ഖൽഫാൻ സെയ്ദ് അൽ ഹസനി ഉദ്ഘാടനം ചെയ്തു. വിനോദങ്ങൾ, സ്റ്റേജ് പ്രകടനങ്ങൾ, രുചികരമായ ഭക്ഷണം എന്നിവ കുടുംബത്തിന് ഒന്നാകെ പങ്കെടുക്കാനാകുന്ന തരത്തിലാണ് പരിപാടി ഒരുക്കിയിരിക്കുന്നത്. ഒമാനി രുചിഭേദങ്ങളുടെ നിലവാരം ആഘോഷിക്കുന്നതാണ് ഈ പരിപാടിയെന്നും പ്രാദേശിക ചെറുകിട സംരംഭങ്ങൾ തീന്മേശയിലേക്ക് കൊണ്ടുവരേണ്ട മികച്ച രുചികളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് എന്നും ലുലു ഹൈപ്പർ മാർക്കറ്റ് ഒമാൻ ഡയറക്ടർ ആനന്ദ് എവി പറഞ്ഞു. സാംസ്കാരിക വൈവിധ്യം, സംരംഭകത്വം, രുചികളുടെ സമ്പന്നമായ ശേഖരണം എന്നിവയുടെ ആഘോഷമാണ് ലുലു ലെറ്റ്സ് ഗ്രിൽ പരിപാടി. വിശാല പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് ഒമാനിലെ മറ്റ് പ്രധാന ലുലുകളിലേക്കും ലെറ്റ്സ് ഗ്രിൽ പരിപാടി നടത്തും എന്നും ലുലു ഹൈപ്പർ മാർക്കറ്റ് മേഖലാ ഡയറക്ടർ ഷബീർ KA പറഞ്ഞു. ആദ്യം മസ്കത്ത് ലുലു മാളിലും പിന്നീട് ലുലു അൽ അമിറാത്തിലുമായിരിക്കും ലെറ്റ്സ് ഗ്രിൽ സംഘടിപ്പിക്കുക. മീഡിയ 1, മസ്കത്ത്. OICC എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹ്റൈനിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. എറണാകുളം ജില്ലയിലെ പ്രവർത്തകരും കുടുംബാംഗങ്ങളും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുത്തു. രാജു കല്ലുപുറം, ബിനു കുന്നത്താനം, ഗഫൂർ ഉണ്ടേക്കുളം, ബോബി പാറയിൽ എന്നിവർ സംസാരിച്ചു. ജില്ലാ പ്രസിഡന്റ് ജലീൽ മുല്ലപ്പള്ളി, ജനറൽ സെക്രട്ടറി അൻസാർ കൊച്ചൂട്ടി, പ്രോഗ്രാം കൺവീനർ സിംസൺ ചാക്കോ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. വീണ്ടും വാർത്തകളിലേക്ക്. കുവൈത്തിൽ അടുത്ത ദിവസങ്ങളിൽ തണുപ്പ് കൂടുമെന്ന് അൽ ഉജൈരി സയന്റിഫിക് സെന്റർ അറിയിച്ചു. ഇന്നു മുതൽ അസറാഖ് സീസൺ ആരംഭിക്കും. അടുത്ത 8 ദിവസം സീസൺ നീണ്ടു നിൽക്കും. പകൽ സമയത്തേക്കാൾ രാത്രിയിലും പുലർച്ചെയും അന്തരീക്ഷ താപനില കുറയുമെന്ന ഉജൈരി സെന്റർ അറിയിച്ചു. ഈ വർഷത്തെ ഏറ്റവും തണുപ്പുള്ള ദിവസങ്ങളായിരിക്കും അടുത്ത ദിവസങ്ങളിൽ അനുഭവപ്പെടുക. ശൈത്യം കണക്കിലെടുത്ത് വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ഇനിയും ഗൾഫ് മേഖലയിലെ വിവിധ നഗരങ്ങളിലെ താപനില നോക്കാം. ദുബായ് കുറഞ്ഞ താപനില 18 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. കുവൈത്ത് സിറ്റി കുറഞ്ഞ താപനില 11 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 16 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്. ഇനി കറൻസി നിരക്കുകൾ നോക്കാം. സൗദി റിയാൽ 22 രൂപ 17 പൈസ, UAE ദിർഹം 22 രൂപ 63 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 83 പൈസ, ഒമാൻ റിയാൽ 215 രൂപ 95 പൈസ, കുവൈത്ത് ദിനാർ 270 രൂപ 25 പൈസ, ബഹ്റൈൻ ദിനാർ 220 രൂപ 57 പൈസ.